പാകിസ്ഥാനെതിരെ സാമ്പത്തിക നടപടികൾ കർശനമാക്കണമെന്ന് അന്താരാഷ്ട്ര ഏജൻസികളോട് ആവശ്യപ്പെടാൻ ഭാരതം. IMF നൽകുന്ന സാമ്പത്തിക സഹായങ്ങൾ പുനഃപരിശോധിക്കുക, പാകിസ്ഥാനെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളാകും ഭാരതം ആവശ്യപ്പെടുക. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, എന്താണ് വിശദാംശങ്ങൾ? ഗോപിക, ഏറ്റവും ശക്തമായ അന്താരാഷ്ട്ര ഫോറങ്ങളിലൂടെയുള്ള അല്ലെങ്കിൽ അന്താരാഷ്ട്ര സംവിധാനങ്ങളിലൂടെയുള്ള ഇടപെടൽ എന്ന രണ്ടാം ഘട്ട നീക്കങ്ങളിലേക്ക് ഭാരതം കടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, നയതന്ത്ര തലത്തിൽ ശക്തമായ നടപടികൾ, അതായത് ഇൻഡസ് നദിയിലെ വെള്ളം തടയുക ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ ഭാരതം നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് നീങ്ങുന്നത്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ഏതാണ്ട് 700 കോടിയോളം ഡോളറിന്റെ ഒരു ധനസഹായം കഴിഞ്ഞ വർഷം തന്നെ പാകിസ്ഥാൻ നേടിയിരുന്നു. അത്തരത്തിൽ നൽകുന്ന ധനസഹായങ്ങൾ പരിശോധിക്കണം. കാരണം ഇത്തരത്തിൽ ലോകം മുഴുവൻ പ്രവർത്തിക്കുന്ന സംഘടനകളിലൂടെ സ്വരൂപിക്കുന്ന പണം ഈ ഭീകരതയ്ക്ക് ഉപയോഗിക്കുന്നത് തെറ്റാണ് എന്നൊരു നിലപാടാണ് ഭാരതം മുന്നോട്ട് വയ്ക്കുന്നത്. സമാന രീതിയിൽ തന്നെ ഈ അടുത്ത കാലത്താണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിൽ നിന്നും പാകിസ്ഥാനെ ഒഴിവാക്കിയത്. നേരത്തെ നമുക്ക് അറിയാവുന്നതാണ്, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഭാരതത്തിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗങ്ങളുടെ ലോകം മുഴുവനുള്ള രാജ്യങ്ങളുടെ ഒരു ഓർഗനൈസേഷനാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. ഭാരതത്തെ അക്കാര്യത്തിൽ പ്രതിനിധാനം ചെയ്യുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടിയാണ്. ഈ സംവിധാനത്തിൽ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി കള്ളപ്പണ വിനിമയം സംബന്ധിച്ച നിലപാടുകളിൽ പാകിസ്ഥാന്റെ നിലവാരം താഴ്ത്തണം. കാരണം ഭീകരതയ്ക്കായി പണം ദുരുപയോഗം ചെയ്യുന്നു എന്ന വിഷയവും കൃത്യമായി ഉന്നയിക്കുന്നുണ്ട്. ഏറ്റവും സുപ്രധാനമായ വിഷയം ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് പുറത്തു വന്നൊരു വാർത്ത തന്നെയാണ്. യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ ഭാരത പാകിസ്ഥാൻ വിഷയം ചർച്ച ചെയ്യാൻ ഒരുങ്ങുന്നു, അതായത് UN സെക്യൂരിറ്റി കൗൺസിൽ ഒരുങ്ങുന്നു എന്ന് കൃത്യമായി UN സെക്യൂരിറ്റി കൗൺസിൽ പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അന്താരാഷ്ട്ര ഫോറങ്ങളിലും അന്താരാഷ്ട്ര ഏജൻസികളിലും കടുത്ത സമ്മർദ്ദത്തിലേക്ക് നീങ്ങുന്ന രണ്ടാം ഘട്ട നയതന്ത്ര നീക്കത്തിലേക്ക് ഭാരതം കടന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ഒന്നൊന്നായി പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിതിയെ അല്ലെങ്കിൽ ഭാരതത്തിനെതിരായി പ്രയോജനപ്പെടുത്തുന്ന സാമ്പത്തിക നേട്ടങ്ങളെയെല്ലാം തന്നെ തകർക്കുക എന്ന കൃത്യമായ ഒരു അജണ്ടയാണ് ഇപ്പോൾ ഭാരതം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. തീർച്ചയായും നമുക്ക് അറിയാവുന്നതാണ്, ഇത്തരം ഒരു നീക്കം നടത്തുന്നതോടുകൂടി നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 1 കോടിയിലേറെ ജനങ്ങൾ പട്ടിണിയിലാകുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് IMF തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ ഇൻഡസ് നദിയിലെ വെള്ളം തടഞ്ഞ ഒരു സാഹചര്യത്തിൽ അതുപോലെ തന്നെ വലിയ ദാരിദ്ര്യം ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. സമാന രീതിയിൽ പാകിസ്ഥാന്റെ സുരക്ഷിതമായ സാമ്പത്തികാവസ്ഥ, അരക്ഷിതമായ സാമ്പത്തികാവസ്ഥ, നിലവിൽ ഏറെ സങ്കീർണമായി നിലനിൽക്കുന്ന ആ ഒരു പാകിസ്ഥാന്റെ സാമ്പത്തിക അവസ്ഥ, എന്നിട്ട് കൂടി പാകിസ്ഥാൻ ഈ ഭീകരതയ്ക്ക് പണം ചെലവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതുകൂടി തടയണമെന്ന ഒരു രണ്ടാം ഘട്ട നയതന്ത്ര നീക്കത്തിലേക്ക് ഭാരതം പോകുന്നു എന്നതിന്റെ ഏറ്റവും വലിയ സൂചനകളായാണ് ഈ IMFന്റെ ധനം നൽകുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പുനഃപരിശോധിക്കണമെന്നതും അതുപോലെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ നടപടികൾ പുനഃസ്ഥാപിക്കണം, അതായത് ഗ്രേ ലിസ്റ്റിലേക്ക് വീണ്ടും ഉൾപ്പെടുത്തണമെന്ന നിലപാടുകളെല്ലാം തന്നെ പുറത്തു വരുന്നത്. കർശന നടപടിയിലേക്ക് നീങ്ങുന്നു. ഒരു പരിധിവരെ ഭാരതം കടുത്ത നടപടിയിലേക്ക് നീങ്ങുന്നതിന്റെ മുന്നോടിയായുള്ള സൂചനകളെല്ലാം തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഗോപിക, ശരി, ഐസനാണ് വിവരങ്ങൾ നൽകിയത്.